ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പോളൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ഉന്നക്കായ പോളയാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബദാമും അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. നമുക്കിത് നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആകുന്നവരെ ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ തേങ്ങ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ ഇതുപോലെ ചതച്ചതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. അപ്പോൾ കോഴിമുട്ട ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്ത് കളയാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയും അതുപോലെ തന്നെ 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് നമുക്ക് പകുതി ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പഴമാണ് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതാ ഞാൻ ഫുള്ളായിട്ട് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആ ഒരു അരച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 25 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ഒരു ഭാഗമൊക്കെ നമ്മുടെ അതൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാനിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അതൊരു 10 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഉന്നക്കായ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് മുറിച്ചും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോള തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ചൂടോടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു വേവാത്ത പോലെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.